എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് ക്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് ക്യൂയുടെ ഇത്തിരി റിയാക്ഷനാണ്. ഒരു ട്രോൾ വീഡിയോ ഉണ്ട്. നമ്മുടെ 2023 ഇറങ്ങി വലിയ സംഭവമായിട്ട് വന്നിട്ടേ കോടാലിപ്പടങ്ങളായി പോയ ചില ചിത്രങ്ങളുണ്ട്. അതിൻ്റെ ഒരു ട്രോൾ വീഡിയോ. അതിൻ്റെ പാർട്ട് 1 നമ്മൾ ചെയ്തതായിരുന്നു. ഇപ്പോൾ പാർട്ട് 2. ആൽബിൻ ജോഷി. ആൽബിനെ ആ സോങ് കിട്ടേ. റെഡി? ഓക്കെ. സൂപ്പർ. വരുന്നുണ്ട് മക്കളെ. വളരെ ഗംഭീരമായി ശരിക്കും താളം തെറ്റും. ശരിക്കും താളം തെറ്റും. എന്ത് സംഭവിക്കുന്നു എനിക്കൊരു നിശ്ചയമില്ല. ഒരു കൊച്ചു കുട്ടികൾക്ക് ഇഷ്ടപ്പെടും, ഭയങ്കര ഇഷ്ടം. കാരണം അവര് കാണിച്ച കൊച്ചു ടിവിയിൽ കാണുന്നൊക്കെ അതേപോലെ ഒരു വലിയ സ്ക്രീനിൽ കാണുമ്പോൾ അവർക്ക് സ്വാഭാവികം. നമ്മള് കഞ്ഞികളാണെന്നാണോ പറഞ്ഞതിന്റെ സൂചന? ആണോ? ഞങ്ങളെല്ലാരും നന്നായിട്ട് ഉറങ്ങി. കുറെ നാള് കൂടി സുഖമായിട്ടൊന്ന് ഉറങ്ങി. പൊന്നോ ഒന്നും പറയണ്ട. 700 കോടിയുടെ പാൻ ഇന്ത്യൻ പടക്കം, അതാണ് ആദിപുരുഷ്. എന്നെ കൊല്ല്. തടി കൊണ്ട് ഒരു പ്രയോജനമില്ല. പതക്കം കൊള്ളൂല. VFX ഒക്കെ വൻശോകം. അതൊരു പുതിയ സംഭവമല്ലല്ലോ. ഇവിടുന്ന് രാമായണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് ഏതോ പാരലൽ വേൾഡിലെ രാമായണം. പ്രഭാസമ്മന്റെ കാര്യം പറഞ്ഞ മുട്ടൻ കോമഡിയാണ്. കോമഡി പീസ് ഇതേപോലെ ഉണ്ടാവുക. മനുഷ്യന്റെ നടുവൊടിഞ്ഞത് മിച്ചം. എന്തിനാ മോനെ നീ കൂട്ടുകൂടുന്നത്? ഇതിനകത്തൊരു 300 കോടി ഇയാളെ VFX ചെയ്യാനാണെന്ന് തോന്നുന്നു. കാരണം ഈ രാമനായിട്ട് ഷൂട്ടാണുള്ള പ്രഭാസ്. എല്ലാരും സാറ് പറഞ്ഞ അതേ അഭിപ്രായം പറഞ്ഞു. ആ പടത്തിലെ അഭിനയത്തിന് സരോജിന് നാഷണൽ അവാർഡ് ഉറപ്പാണ്. എന്റെ സ്റ്റിച്ചിന്റെ ക്രിസ്റ്റഫർ. അയ്യോ മനസ്സിലായില്ലേ? പെട്ടെന്ന് ഒരു വൃത്തം കിട്ടിയില്ല. ക്രിസ്റ്റഫർ പ്രേതം വന്നു കഴിയുമ്പോ സ്മോക്ക് ഒരിക്കണം, കാറ്റ് ഒരിക്കണം, മതി. പക്ഷെ ഡാൻസ് നടക്കുമ്പോ പുകയുണ്ടല്ലോ, വേറെ ചിത്തോളണം. അവന്മാർക്ക് ചേഞ്ച് വേണം. അത്രേ ആ തടികൾക്ക് നമുക്ക് ചേഞ്ച് കൊടുക്കാം. നീ ഇങ്ങനെ വെടി വെച്ചോണ്ട് നടന്നോ? എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് ഞാൻ പ്രതീക്ഷിച്ചതാ. അയ്യോ അങ്ങനെ ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. ഇന്നാ ഇതൊക്കെ ഒരു നിമിത്തം. ഇപ്പൊ കണ്ണസ്രാഗിന്റെ പേര് കേട്ടാ ഏതവരും ഒന്ന് ചിരിക്കും. പണ്ട് കാലത്ത് ഈ സ്രാഗിനെ കണ്ട ശിവന്മാരൊക്കെ പെടുക്കുമായിരുന്നു. What do you see? നല്ല ലക്ഷണംകെട്ട മുഖമാണ്. മകനെ ഗുണം തന്നെ. എന്റെ കണ്ണിൽ നോക്കുമ്പോ നീ എന്താണ് കാണുന്നത്? എങ്ങനെ നിസ്സഹായരായി പെട്ടുപോയവരുടെ കൂട്ടത്തിൽ എന്നെ കൂട്ടണ്ട. മുഴുവൻ രൗദ്രഭാവം ആവാഹിച്ച ഈ മൂർത്തിക്ക് ഇപ്പൊ പേര് നരസിംഹ എന്നാണ്. ഇവൻ കോയ, ഞാൻ കോയ, രണ്ടു കോയെ. എന്താണ് ഇത്? കഴിഞ്ഞില്ല. ത്രിമൂർത്തി, എനിക്ക് സൃഷ്ടിയുമില്ല സ്ഥിതിയുമില്ല, സംഹാരം മാത്രമേ ഉള്ളൂ. ഞാൻ സംഹാരമൂർത്തിയാണ്. മനുഷ്യന് കഷ്ടകാലം വന്ന ഇങ്ങനെ പലതും രണ്ടുപേരിക്കുന്ന സാധനം. ഇത് തന്നെ
ഇവനെ ഇങ്ങനെ ആക്കിയത് നിങ്ങൾ ഒറ്റ ഒരാളാ. ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും. ഐ മീൻ ലോക പരാജയം. ഇതൊരു ഒന്നൊന്നര സാധനമാണ്. ഷോട്ട് ഓ ഒമ്പോ തന്നെ സുഹറയെ പോലെ നിസ്സഹായരായ ഇരകളുടെ കണ്ണുനീരിലൂടെ ഈ ലോകത്തെ നോക്കി കണ്ടിട്ടുള്ളവർക്ക് ചില ഭ്രാന്തൻ ശരികളുണ്ടാവും സർ. അങ്ങയെപ്പോലെ ഒരു കമ്മ്യൂണിസ്റ്റിന് അത് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ആർക്കാണ് സാർ അത് മനസ്സിലാകും? വിപ്ലവ സിംഹം ഒരു തോക്ക് പോലീസുമായിട്ട് ഞങ്ങൾ സിഐഡികളെ ക്ലബ് ഏൽപ്പിക്കണ്ട. അവരവരുടെ രീതിക്ക് അന്വേഷിക്കണ്ടേ. സാറിന് വേണ്ടി ഞങ്ങളുടെ സ്റ്റൈലിൽ അന്വേഷിക്കാം. നിനക്കതൊക്കെ എങ്ങനെയാടാവൂ സാധിക്കുന്നത്? പ്രസ്ഥാനമാണ്. അടുത്തത് നീ. അമ്പോ അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഒരു മാറ്റമല്ല സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഉപദേശിച്ച് ഒരു വഴിക്കാക്കി തരാം. അടുത്ത പോലത്തെ കൊത്ത. എനിക്കറിയാൻ പൗലോസന്നെ ഇതേ പറയുള്ളൂ. എന്തെന്ന് പറഞ്ഞാൽ നമ്മളിനി ഇത് ഗംഭീരം എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവർക്ക് പ്രതീക്ഷ കൊടുത്തിട്ട് കാര്യമില്ല. ആ ഒരു മനസ്സോട് വന്ന് ഇനി കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലവർക്ക് കുറച്ചും കൂടെ ഒക്കെ ഇഷ്ടപ്പെടുകയല്ലേ. അത് ഞാൻ പറയാം. അതൊക്കെ OTT ഇറങ്ങുമ്പോൾ കാണാനുള്ളതേ ഉള്ളൂ. ആവറേജ് അങ്ങനെ പറയരുത്. ഞാൻ എങ്ങനെ പറഞ്ഞോടാ? കൊള്ളാം. കൊത്ത പക്ഷേ പോയി. നോക്കാം. എന്താടാ ഇത്? എല്ലാരും ശപിച്ചിട്ടാണല്ലോ പോകുന്നത്. ആവറേജ് അത്ര ഒന്നും വന്നിട്ടില്ല. എന്തൊക്കെയോ പറയുന്നു. പോരാന്നല്ല, ഒരു ആവറേജ് കണ്ടിരിക്കാം. അത്ര വന്നിട്ടില്ല. കറക്റ്റല്ലേ? കറക്റ്റല്ലേന്ന് വനിതാ സ്റ്റേഷനിലെ പങ്കജാക്ഷി ഇതേ അഭിപ്രായം പറഞ്ഞു. ദുൽഖർ ഇത്ര നാളും പ്രണയപ്പടം ഇനി ഒരു മാസം എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് അതിനുള്ള ഒരു കിട്ടിയില്ല. അതിത്ര കഷ്ടമായി പോയിട്ടു. എത്ര വിഷമം ഉണ്ടാവില്ലേ? അത് പിന്നെ ഞാൻ ഇതൊക്കെ തുടക്കത്തിലുള്ള അഭിപ്രായമാണ്. അതിനുശേഷം അതായിരുന്നു. പാൻ ഇന്ത്യ എന്ന് പറയുന്ന വെറുതെ കണ്ടന്റ് ഇല്ലാണ്ട് പാൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കിട്ടി തുടങ്ങി. ഇനി ഞാൻ വെട്ടുകത്തിട്ട് താങ്കളുടെ കെൽപ്പിലെടുത്ത് ഇങ്ങോട്ട് എങ്ങനെ വരുന്നതിന് മുമ്പ് ഞാൻ മുങ്ങിക്കാം. അത്രയൊന്നുമില്ല, എന്നാലും കൊള്ളാം. ആറ്റിറ്റ്യൂഡ് ഒക്കെ നൈസായിരുന്നു. ആക്ഷൻ സീന്റെ ക്ലൈമാക്സ് ഒക്കെ നല്ല രസമായിരുന്നു. ക്ലൈമാക്സ് കൊള്ളാം. ക്ലൈമാക്സ് ബ്ലോക്ക് കൊള്ളാം. ആ ഒരു ആക്ഷൻ സീൻ അതുപോലെ ഒരു കുറെ നല്ല സംഭവങ്ങളൊക്കെ ജോൺ വിക്ക്. ഇനി ഒറ്റ വഴിയും ഒരു തിരിയിട്ട് ആ ഉമ്മറത്ത് വിളക്കായി കത്തിച്ചു വയ്ക്കാം. പിന്നെ അതുപോലെ ക്യാമറ വർക്ക് ഒക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. BGM അതൊക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. ശരി, ഓക്കെ, താങ്ക് യു. അടുത്തതാരാ? വെൽ സെഡ് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, വെൽ സെഡ്. ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. ഭീകര ഡയലുണ്ട് ഇവിടെ. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. ഒരു പിടിക്ക് കാത്തിരിക്കുന്ന എത്ര പെമ്പിളായിരുന്നു പറയുന്നത് നിനക്ക്? കെ ബ്ലോക്ക് ശാരദ, മഞ്ഞക്കളി സുഭദ്ര, ജെട്ടി രമണി, ഇവരെയൊക്കെ നിനക്ക് വിഷമമുണ്ടടി, വിഷമമുണ്ട്. നീ കാരണം എനിക്ക് നഷ്ടപ്പെട്ട കളികൾ ഓർത്ത് വിഷമം. നീ കാരണം എനിക്ക് നഷ്ടപ്പെട്ട കളികൾ ഓർത്ത് വിഷമം. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. ലെജൻഡ്. ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. സിസ്റ്റർ, അവർ 2 വാക്കേ പറയുന്നുള്ളൂ. തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കടാ, തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കടാ. തീർന്നു കേട്ടത്. അയ്യോ തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കടാ. അത്രയും അറിഞ്ഞാൽ മതി. എന്റെ മോടെ പിറന്നാൾ വിളിക്കാൻ വന്നതല്ല. അത് ഈ സിനിമ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് പറയും. ശരി. നീ തപസ്സിരുന്നാ കിട്ടോ എന്നെ പോലെ ചുള്ളനെ? ഡയലോഗുകളൊക്കെ അല്ലേ? വന്നോ? ഞാൻ പേടിച്ചിരിക്കാന്. പിന്നല്ലാതെ ഇതൊക്കെ ചമ്മേ. സീനാണ് ഇതിലെ. പിന്നെ ഓ ഇത് പൂച്ച. ഹാപ്പി ബർത്ത്ഡേ. ഇത് നിന്റെ പുനർജന്മമാണ്. ഒരൊറ്റപ്പെട്ട നിൽക്കാൻ തീരാവുന്ന പ്രശ്നമുള്ളൂ. ഡിലീറ്റ്. ഓക്കെ, അല്ലാ. പിന്നെ ജവാൻ. ജവാൻ റെഡി. അയ്യോ കുടച്ചടിച്ചങ്ങ് വെച്ചിട്ടുണ്ട്. ചേട്ടാ
ജവാനില് വിജയ് ഇല്ല, വിജയുടെ പടമാണ് ജവാനിലുള്ളത്. ഇത് മറ്റേ തമിഴിലെ കുറെ പടം എടുത്ത് അവിടുന്ന് ഇവിടുന്ന് വെട്ടി വെച്ചേക്കുന്നു. അല്ല നമ്മൾ എന്താ പറയാ, വിജയ പടമൊക്കെ ഒരു ഹിന്ദിയിൽ കണ്ട പോലത്തെ ഒരു ഫീലിംഗ് കിട്ടി. രക്ഷയില്ല, രക്ഷയില്ല. കിങ് ഖാൻ, കിങ് കോങ്, ബോളിവുഡ് മാസ്. പക്ഷെ പടം പൊട്ടും. അപ്പൊ എന്തായാലും ഇഷ്ടപ്പെട്ടു. കാണാനുണ്ടോ? ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പോർ ഇദ്ദേഹത്തിനില്ല. മൂതറ പടമായിരുന്നു, ഒരു രക്ഷയില്ല. മെർസല്, കത്തി, തരി എല്ലാം കൂടെ കൂട്ടി വെച്ചു. നീ എന്തിനാ അതിനോട് ദേഷ്യപ്പെടുന്നത്? അവനെ കൊണ്ട് പറ്റണതല്ല, അവന് പറയാൻ പറ്റുള്ളൂ. ഷാറുഖ് ഖാൻ വിജയ് പടത്തിലേക്ക് വന്ന അഭിനയിച്ചവരുണ്ടായിരുന്നു. വിജയുടെ ക്യാമിയോ പ്രതീക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഫുള്ളൊരു വിജയുടെ സ്റ്റോറി തന്നെയാണ്. ഷാറുഖ് ഖാൻ ആണെന്ന് മാത്രം. സന്തോഷമുണ്ട്, എല്ലാരും ഇങ്ങനെ തന്നെ ചെയ്യണോട്ടാ. ഭയങ്കര ഓവർ ആയിട്ട് കാരണം അത് പറയാതിരിക്കാൻ പറ്റും. എനിക്കും തോന്നിയത് വിജയ പടം മെറസലും ബിഗിലും തെറി എല്ലാം കൂടെ ഒന്നിച്ച് കണ്ണാണ കൊണ്ട് വിജയ് ഫാൻസ് എങ്ങനെ സഹിക്കുന്നില്ല. പടത്തിനകത്ത് വരുന്ന ഓരോരോ ആക്ഷനും ഓരോരോ നെക്സ്റ്റ് റോള് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മൂസാക്കാന്റെ കാര്യം ആലോചിക്കുമ്പോഴാ കഷ്ടം. അങ്ങനെ ആകെ ഉണ്ടായിരുന്ന ഒരു പിടിവള്ളിയും പോയി. നവരസങ്ങളുമായി ഞാൻ വീണ്ടും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമോ എന്റെ പേടി. വിജയുടെ പടങ്ങളൊക്കെ പോലെ തന്നെ, പക്ഷെ വിജയ്ക്ക് വരെ ഷാരുഖ് ഖാൻ. ഇത് പല സിനിമയുടെ കോപ്പി മാത്രമാണ്, അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. സ്ഥിരം ടെംപ്ലേറ്റ് പോലെയാണ്. എന്റെ പൊന്നെ ഇതെന്ത് വേഷം? കത്തി വെച്ചോ. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ. മാറ്റ്. ഇനി അവൻ തലേ വേണ്ടിട്ട് വേണം വേറെ വിളിച്ചാവാൻ. എന്നോട് കൽപ്പിക്കാൻ. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, ദിസ് ഇസ് മൈ സീൻ. ജോജിക്ക് വേറെ വഴി പോയി. കാരണം വേറെ ഊളയാണ്. പന്നികൾ എങ്ങനെയാണ് പടം എടുക്കണത്? ഭീകരോ. അത് പൈസ പോയതിന്റെ വിഷമം. അത് അല്ല ഫസ്റ്റേഷനില് അത്രയും പറഞ്ഞു നിർത്തിയത് അയാളെ എന്തോ നല്ല മനസ്സ്. അതെ അതെ സത്യം. അല്ലെങ്കിൽ അതുക്കും മേലെ തന്നെ എന്റെ പൊന്നു. നമുക്കും അത് കണ്ടിട്ട് അതേ. പിന്നെ എന്താണെങ്കിലും കിടിലൻ ട്രോളാട്ടോ, ഒരു രക്ഷയില്ല. ചിരിച്ചിരിച്ച് ഒരു വഴിയായിട്ടുണ്ട്. നല്ല ബുദ്ധിയുള്ള മനുഷ്യനാ സത്യം. ഓരോന്നും കൊണ്ടുവരുന്നതേ കറക്റ്റ് സാധനം കൊണ്ടുവരുന്നുണ്ട്. എന്തായാലും ചില ഡയലോഗുകളൊക്കെ എക്സ്പെക്ടൊക്കെ മറ്റേ അതിനകത്ത് ഏട്ടായി വന്നോന്നൊക്കെ ചോദിക്കണ സാധനമൊക്കെ അല്ലേ, അതൊക്കെ ഏതാ സാധനം. എന്തിന് കരയുന്നില്ലേ മറ്റേ അതേതാ സിനിമ? തീവ്രാണോ? തീവ്രം കരയുന്ന സീന്. അതില് മമ്മൂട്ടിയുടെ കരച്ചില് വന്നിട്ട് എന്റെ ദൈവമേന്ന് പറഞ്ഞിട്ടുള്ള കരച്ചില്. ഗംഭീര സാധനം. നല്ല പണി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുള്ള വ്യൂസ് ഒന്ന് ആക്കി കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അല്ലേ? അല്ല നമുക്കും അല്ല, അവർക്ക് ഇല്ലേ വ്യൂസ് കുറവാണ് അതിന്. അതിന് വ്യൂസ് കുറവാണ്. അല്ലേ ഞാൻ പറയൂ, വ്യൂസ് കുറവുള്ളതിന് നമ്മൾ പറയൂ. പിന്നെ തീർച്ചയായും അവർക്ക് കാണുമ്പോൾ നമുക്കും കൂടി കയറും. അതുകൊണ്ട് ചീര നനയുമ്പോ വാഴ നനയുമ്പോ ചീരയും കൂടി നനഞ്ഞോട്ടെ എന്ന് പറഞ്ഞില്ല ആ പരിപാടി. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ.